കേരളത്തിൽ നുണപ്രചാരണം നടത്തുന്നവരാണ് പ്രതിപക്ഷം. രാഷ്ട്രീയ തിമിരം ബാധിച്ചവർക്ക് മാത്രമേ ഇത്തരം നുണപ്രചാരണങ്ങൾ അഴിച്ചുവിടാൻ കഴിയൂ. ഏത് സുരേഷ് വന്നാലും ഏറ്റുമാനൂർ മണ്ഡലത്തിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി വിജയിക്കും. താൻ കഴിഞ്ഞ 5 വർഷക്കാലം മണ്ഡലത്തിൽ നടപ്പിലാക്കിയ വികസന പ്രവർത്തനങ്ങൾ ചൂണ്ടിക്കാട്ടിയാണ് ജനങ്ങൾക്കിടയിൽ വോട്ട് നേടുന്നതെന്നും വി.എൻ. വാസവൻ പറഞ്ഞു. തനിക്ക് വോട്ട് ഉണ്ടോ എന്ന് പോലും അറിയാത്ത സ്ഥാനാർത്ഥിയായാണ് ആദ്യം എൻ.ഡി.എ പ്രഖ്യാപിച്ചത്. ഏറ്റുമാനൂരിൽ എൻ.ഡി.എക്ക് ഒരു സ്ഥാനാർത്ഥി ഉണ്ടോ എന്നും വി.എൻ. വാസവൻ കൂട്ടിച്ചേർത്തു. സംസ്ഥാനത്ത് LDF 100 സീറ്റിന് മുകളിൽ നേടുമെന്നും കോട്ടയം നിയമസഭാ മണ്ഡലങ്ങളിൽ 9 സീറ്റും പിടിച്ചെടുക്കുന്നതിനുള്ള തയ്യാറെടുപ്പിലാണെന്നും വി.എൻ. വാസവൻ പറഞ്ഞു. ഒരു പ്രശ്നമായിട്ട് തോന്നുന്നില്ല. ഏത് സുരേഷ് വന്നാലും ഏറ്റുമാനൂർ നിയോജക മണ്ഡലത്തിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സ്ഥാനാർത്ഥി ജയിക്കുക ലക്ഷ്യമില്ല. അത് XOR ആര് വന്നോട്ടെ ഞാൻ നേരത്തെ തന്നെ വാഴയ്ക്കിന് കുറെ സങ്കടമൊക്കെ ഉണ്ട്. അത് LDF ഗുണമുണ്ടോ? അത് ഞാൻ അത്തരത്തിലുള്ള നിങ്ങളൊരു കാര്യം മനസ്സിലാക്കുക. ഒന്ന്, ഞാൻ ഈ തെരഞ്ഞെടുപ്പ് പ്രവർത്തനം നടത്തുന്നിടത്ത് എതിര് സ്ഥാനാർത്ഥിയെ കുറ്റം പറഞ്ഞു അവരെ ഏതെങ്കിലും മോശക്കാരാണ് ചിത്രീകരിച്ചു വോട്ട് പിടിക്കുന്ന ഒരാളല്ല. അവരുടെ കുറ്റം പറഞ്ഞ് വോട്ട് പിടിക്കുന്നതിനേക്കാൾ നല്ല സ്വന്തം മേന്മ പറഞ്ഞു ചെയ്ത വികസന പ്രവർത്തനങ്ങൾ, അതാണ് മേന്മ. നാട്ടുകാരോടൊപ്പം നിന്ന് നന്മ ചെയ്തിട്ടുണ്ട്. ആ നന്മ പറഞ്ഞ് വോട്ട് പിടിക്കാൻ കഴിയുന്ന സാഹചര്യം എൻ്റെ മുമ്പിലുള്ള മറ്റുള്ളവർ കുറ്റം പറയാനും അവരുടെ പരിരൂപത്തിലുള്ള ദൗർബല്യങ്ങൾ ചെയ്യാനും നമ്മളോടുള്ള കാര്യമില്ല. അല്ലാതെ തന്നെ എനിക്ക് ജനങ്ങൾ കൃത്യമായി തിരിച്ചറിയുന്ന ഗ്രൂപ്പിലേക്കാണ് ജനങ്ങളിൽ നിന്ന് പഠിച്ചും ജനങ്ങളെ പഠിപ്പിച്ചുമാണ് ജനപ്രാതിനിധ്യം.